വയനാട്ടിൽ 3 കള്ളവോട്ട് ആരോപണം. സുൽത്താൻ ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് പരാതി ഉയർന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടങ്ങി. സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. വയനാട്ടിൽ 3 കള്ളവോട്ട് ആരോപണം ഉള്ളത്. ബത്തേരിയിൽ അൽഫോൺസ അജിത്ത് എന്ന പെൺകുട്ടിയുടെ വോട്ട് മറ്റൊരാൾ മാറി ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് കള്ളവോട്ട് തന്നെയാണ് എന്നുള്ള പരാതി ഇവർ നൽകിയിട്ടുണ്ട്. അൽഫോൺസ അജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ലീവ് ഇത്രയും നേരം എക്സ്റ്റെൻഡ് ചെയ്തത്. ഞാനിവിടെ വന്ന് വൈകുന്നേരമായിരുന്നു ഞാൻ എൻ്റെ പോളിംഗ് ബൂത്തിൽ ചെന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അത് ഓൾറെഡി ഒരാൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ റൈറ്റ് ഇല്ല വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇവരൊന്നും പറയുന്നില്ല, ആരും ഒന്നും ഒരു ഉത്തരവാദിത്വത്തോടെ എന്നോട് പെരുമാറുന്നില്ല. ഏറ്റവും അവസാനം പറയുകയാണ് താങ്കൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ടെൻഡേർഡ് വോട്ട് മാത്രമാണെന്നും. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല. ഇത് ഞാൻ 4ാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ടെൻഡേർഡ് വോട്ട് ചെയ്തു, അത് കഴിഞ്ഞു. ഇതെങ്ങനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ അന്വേഷിച്ചു, പരാതി കൊടുത്തു. എൻ്റെ വോട്ട് എൻ്റെ റൈറ്റാണ്, എനിക്കത് എന്തായാലും വേണം. അപ്പം ഞാൻ പരാതി കൊടുത്തു. ബാക്കി നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണത്തിൽ ആരാണത് ചെയ്തതെന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കന്യാസ്ത്രീ ചെയ്തു പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ? ഞാനത് അവിടെ അന്വേഷിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ഓഫീസേഴ്സിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് പകരം ഒരു കന്യാസ്ത്രീ രാവിലെ വന്ന് ചെയ്തു പോയെന്ന്. അപ്പോൾ ഈ കന്യാസ്ത്രീ മഠം എനിക്ക് പരിചയമാണ്, എൻ്റെ ഇടവക റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേരിലുള്ള ഒരു സിസ്റ്ററിൻ്റെ പേരിലാണ് ഓഫീസേഴ്സ് പറഞ്ഞത്. ആ സിസ്റ്റർ എത്യോപ്യയിൽ ഒരു മിഷൻ പ്രവർത്തനത്തിലാണ്. ആ സിസ്റ്റർ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പേരുള്ള ഒരു സിസ്റ്റർ മറ്റൊരു സെൻറ്ററിലാണ് പോയിട്ടുള്ളത്. അപ്പം ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എവിടെയും ഒരു പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ തികച്ചും നമുക്കിതിനെ കള്ളവോട്ട് തന്നെ പറയാം. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അൽഫോൺസ് പറയുന്നത്. ഇവിടെ മാത്രമല്ല, അതോടൊപ്പം തന്നെ കൽപ്പറ്റ, അതോടൊപ്പം ഈ അമ്പലവയൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ കള്ളവോട്ട് ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വെബ്കാസ്റ്റിംഗ് ഉള്ള ഒരു ബൂത്തായിരുന്നു അത്. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്നുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.